السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. نحمده سبحانه أن بلغنا رمضان وأعاننا فيه على الصيام والقيام، وأفرحنا وأسعدنا بقدوم هذا اليوم السعيد. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏതേതു മേഖലകളിലും നമ്മയൊക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ഈ ഒരു പെരുന്നാൾ ഖുതുബയുടെ ആമുഖത്തിൽ തന്നെ ഏവരെയും ഓർമ്മിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏവരും വളരെയധികം സന്തോഷത്താൽ ഈദ് സുദിനത്തിൽ, ഈദുൽ ഫിത്റിൽ, ഈദ് ഗാഹിൽ ഒരുമിച്ചിരിക്കുകയാണ്. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദുൽ ഫിത്ർ ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. കഴിഞ്ഞ 29 ദിവസക്കാലത്ത് നമ്മുടെ നോമ്പിന് ശേഷം അല്ലാഹു അൽഹംദുലില്ലാഹ് നമുക്കൊന്ന് ഈദാക്കി നിശ്ചയിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലിസ്വാഇമി ഫർഹതാൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രി, അവൻ നോമ്പ് തുറക്കുമ്പോൾ ഈദുൽ ഫിത്റിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം. രണ്ടാമതായി ഒരു സന്തോഷം കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി, വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി, വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. നാളെ പരലോകത്ത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത, ഒരു കണ്ണും ഇന്നുവരെ കാണാത്ത, ഒരു കാതും ഇന്നുവരെ കേൾക്കാത്ത, ഒരു മനസ്സിനും വിഭാവന ചെയ്യാൻ പോലും സാധിക്കാത്ത അത്രക്ക് പ്രവിശാലമായ സുന്ദരമായ സ്വർഗ്ഗലോകത്ത് വെച്ച് എന്നെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ ഖാലിഖായ, മാലിക്കായ, റാസിഖായ, മുദബ്ബിറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നോമ്പുകാർക്ക് കാണാൻ സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുകയാണ്. മഹാനായ സഹാബി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന, സ്വർഗ്ഗത്തിലെ ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും. സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിലെത്തി സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങൾ അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിലെ അനുഭൂതികളെ അവർ നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരോട് ചോദിക്കുകയാണ്, അല്ലയോ സ്വർഗ്ഗക്കാരെ, ഇനി എന്തെങ്കിലും നന്മ, ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗ്ഗക്കാർ ഒന്നടങ്കം പറയും, പ്രിയപ്പെട്ടവരെ, പടച്ചോനെ, അലം തുബയ്യിദു വുജൂഹനാ വതുദ്ഖിൽനൽ ജന്ന വതുനജ്ജിനാ മിനൻ നാർ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മുഖങ്ങളെ പ്രകാശിപ്പിച്ചില്ല അല്ലാഹ്, ഞങ്ങളെ നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല അല്ലാഹ്, ഞങ്ങളെ നീ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയില്ല അല്ലാഹ്. ഇതിനേക്കാൾ അപ്പുറം സ്വർഗ്ഗമെന്ന ഈ മഹാ സുന്ദരമായ അനുഭൂതിയേക്കാൾ അപ്പുറം ഇനി ഞങ്ങൾക്ക് എന്താണ് അല്ലാഹുവേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, ഫയക്ഷിഫുൽ ഹിജാബ്, പടച്ച റബ്ബും നമ്മളുമായുള്ള മറയങ്ങ് നീങ്ങും. ഹദീസിന്റെ ബാക്കിയായി കൊണ്ട് പറയുകയാണ്, ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദ്രി ഇലാ റബ്ബിഹിം അസ്സ വജൽ, ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദ്രി ഇലാ റബ്ബിഹിം അസ്സ വജൽ. നമ്മെ സൃഷ്ടിച്ച അല്ലാഹുവിന്റെ മുഖത്ത്, ആ വജ്ഹിലേക്ക്, ആ പാവനമായ, ആ മഹത്വപ്പെട്ട അവന്റെ വജ്ഹിലേക്ക്, അതിലേക്ക് നോക്കുന്നതിനേക്കാൾ, അതിനെ ഒന്ന് കാണുന്നതിനേക്കാൾ നമ്മുടെ കണ്ണിന് ആനന്ദം നൽകുന്ന, നമ്മുടെ മനസ്സിന് തൃപ്തി നൽകുന്ന മറ്റൊരു കാഴ്ചയും ഒരു അടിമക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ വെച്ച് അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിൽ പ്രവാചകന്മാരുടെ കൂടെ
സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ സ്വർഗ്ഗത്തിന്റെ ഉന്നതകളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതിനു വേണ്ടിയാണല്ലോ നമ്മൾ നോമ്പ് നോറ്റത്. വിശുദ്ധ ഖുർആൻ നോമ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി ആയത്തിൽ പറഞ്ഞു, വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ ആ കാലഘട്ടം പൂർത്തിയാക്കണം. അതേ 29 ദിവസം നമ്മൾ നോമ്പ് പൂർത്തിയാക്കി. രണ്ടാമതായി പറഞ്ഞു, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കണം. അതാണ് ഈദ് സുന്നത്തിൽ നമ്മൾ ചൊല്ലുന്ന തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതേ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അതേ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അതേ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അല്ലാഹു അക്ബർ, അതേ അവനാകുന്നു ഏറ്റവും വലിയവൻ. വലില്ലാഹിൽ ഹംദ്, സർവസ്തുതിയും അത് അല്ലാഹുവിനാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തക്ബീറുകൾ നമ്മൾ ചൊല്ലുന്നവരാണ്. ഇക്കഴിഞ്ഞ റമദാനിൽ നമ്മൾ ബദർ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. എന്തിനു വേണ്ടിയാണ് ബദർ യുദ്ധം ഉണ്ടായത്? അല്ലാഹുവിന്റെ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ബദർ യുദ്ധം ഉണ്ടായത്. ബദർ യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന വേളയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം ലോകത്തിന്റെ പ്രവാചകൻ, നമ്മുടെ നേതാവ് ഹബീബുന ഷഫീഉ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം അല്ലാഹുവിനോട് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ മിൻ അഹ്ലിൽ ഇസ്ലാം ഫലൻ തുഅബദ് ഫിൽ അർളി അബദാ. അല്ലാഹുവിനോട് തന്റെ തട്ടം താഴെ വീണുമാർ കൈകൾ ഉയർത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബദർ യുദ്ധത്തിന്റെ ചരിത്രം പഠിക്കുന്ന വേളയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ അതേ ബദർ യുദ്ധത്തിൽ അബൂ ജഹൽ പ്രാർത്ഥിച്ചതും അല്ലാഹുവിനോടാണ്. ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, അന്ന അബൂ ജഹൽ ഖാല ഹീന തഖൽ ഖൗം അല്ലാഹുമ്മ ഖതഉനാ ലിർറഹിം വആതാനാ ബിമാ ലാ യുഅറഫ് എന്ന് പറഞ്ഞു അബൂ ജഹലും പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവോടാണ്. പിന്നെ എന്തിന് ബദർ യുദ്ധമുണ്ടായി? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ബദർ യുദ്ധം ഉണ്ടായെങ്കിൽ. ആ ബദർ യുദ്ധം നടന്ന റമദാൻ കഴിഞ്ഞ് പെരുന്നാളിൽ ശവ്വാൽ 1 നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന തക്ബീറിന്റെ ഒന്നാമത്തെ അർത്ഥം, നമ്മൾ ചൊല്ലുന്ന തക്ബീറിന്റെ ഒന്നാമതായി നമ്മൾ നമ്മുടെ നെഞ്ചകത്തിൽ കൊത്തിവെക്കേണ്ട ആശയം, ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും, തന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അല്ലാഹുവേ എന്നല്ലാത്തൊരു വിളി എന്റെ നാവിൽ നിന്നുണ്ടാവുകയില്ല. ജീവിതത്തിൽ ഏതു പ്രയാസത്തിലേക്ക് ഞാൻ അകപ്പെട്ടാലും, എനിക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും അല്ലാഹുവിനല്ലാതെ ഒരു ചരടിലോ ഒരു ഏലസിലോ ഒരു ഉറുക്കിലോ ഞാൻ ബലമേൽപ്പിക്കുകയില്ല. ഒരു ജാറത്തിലേക്കോ ഒരു മഖ്ബറയിലേക്കോ ഞാൻ നേരുകയില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് അന്വർത്ഥമാക്കിയവരാക്കി നമ്മൾക്ക് മാറി തീരാൻ സാധിക്കുകയുള്ളൂ. ഇനി അതിനു മറിച്ച് അല്ലാഹു അല്ലാത്ത അല്ലാഹുവിന്റെ സൃഷ്ടികളോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, അവരോട് സഹായം തേടിയാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ ദഖലൽ ജന്ന വമൻ മാത യുശ്രികു ബില്ലാഹി ശൈഅ ദഖലൻ നാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ മരണപ്പെട്ടാൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് മരണപ്പെട്ടാലോ അവൻ നരകത്തിലേക്കാണ് പ്രവേശിക്കുക. പ്രിയപ്പെട്ട വിശ്വാസികളെ, നോമ്പ് നോറ്റിട്ടു റമദാനിൽ 12-12.5 മണിക്കൂറോളം അന്നപാനീയങ്ങൾ ഒഴിവാക്കി നമ്മൾ നോമ്പ് നോട്ടിട്ടും നമുക്ക് അനുവദിക്കപ്പെട്ട ഭാഗ്യയിൽ നിന്ന് പോലും നമ്മൾ കിട്ടുന്നിട്ടും അത്രയ്ക്ക് നമ്മൾ പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിലും പല ലോകത്ത് നരകത്തിൽ പോകും ഹതഭാഗ്യവാന്മാരായി നമ്മൾ മാറിത്തീരാൻ പറ്റുകയില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതേതു മേഖലകളിലും നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സഹായത്തേട്ടം സൃഷ്ടികളോടല്ല, സൃഷ്ടികളെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട്, പടപ്പുകളോടല്ല, പടപ്പുകളെ പടച്ചവരോടായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സഹായത്തേട്ടം എന്നാണ് പെരുന്നാൾ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ആശയം. പ്രിയപ്പെട്ടവരെ, ആയത്തിന്റെ ബാക്കി വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ നൽകി. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾ എങ്ങാനും അല്ലാഹുവിന്റെ കാരുണ്യം എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾക്ക് അതിന് സാധിക്കുകയില്ല. കണ്ണായി, കാതായി, കരളായി, തുടിക്കുന്ന ഹൃദയമായി, നനയുന്ന കണ്ണീരായി എനിക്കും നിങ്ങൾക്കും പടച്ച റബ്ബ് അനേകായിരം അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലേ? ഇന്നലെ പോലും ഈ ഈദ്ഗാഹിൽ പങ്കെടുക്കേണ്ട ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിന്റെ ഉമ്മ മാരകമായ ക്യാൻസർ വന്ന് രോഗിയായി കിടക്കുകയാണ്. അല്ലാഹു അവർക്കും അതുപോലെ രോഗം അനുഭവിക്കുന്ന എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമുക്കും ഇവിടെ ഇത്തരം ഒരു ഈദ്ഗാഹിൽ പങ്കുചേരാൻ സാധിച്ചു. നമ്മുടെയൊക്കെ വീട്ടിൽ ഇന്നും മരുന്ന് മണക്കുന്ന വെട്ടികളിൽ ഒരു പക്ഷേ കിടക്കുന്നിടത്ത് മലവും മൂത്രവും പോലും വിസർജനം ചെയ്ത് പ്രയാസപ്പെടുന്ന എത്ര രോഗികളുണ്ട്. അൽഹംദുലില്ലാഹ്, നമുക്ക് അത്തരം പ്രയാസം ഉണ്ടായിട്ടില്ല. ഇന്നും
ക്യാൻസർ സെന്ററുകളിൽ തനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച് തനിക്കുണ്ടായ പിഞ്ചുമകൾക്ക് അമ്മിഞ്ഞ പാല് മുലപ്പാല് നൽകാൻ സാധിക്കാതെ ആ പാല് ബാത്റൂമിൽ കൊണ്ടുപോയി ചുരത്തി കളയുന്ന എത്ര മാതാക്കളുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഉമ്മക്ക്, നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പെങ്ങന്മാർക്ക് അത്തരം ഒരു പ്രയാസം അല്ലാഹു ഇതുവരെ നൽകിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈദ്ഗാഹിൽ ഒരുമിച്ചിരിക്കുന്നു. ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് ഒരു ഈദ്ഗാഹിൽ ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. അവർ പലരും യുദ്ധത്തിന്റെ പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ യുദ്ധക്കൊതിയന്മാരെയും നശിപ്പിക്കുകയും അല്ലാഹുവിന്റെ ദീനം അതെറ്റും നല്ല രീതിയിൽ അവർക്ക് നടപ്പിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നന്ദി കാണിക്കണം നമ്മൾ. ആ നന്ദി കാണിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ ഏതേത് ഘട്ടത്തിലും നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്. ഇത്തിബാഉ റസൂൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിലും സങ്കടത്തിലും നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യത്തിലും പ്രയാസമുണ്ടാകുമ്പോഴും ആ പ്രവാചകനെ പിൻപറ്റുമ്പോഴാണ് യഥാർത്ഥ നന്ദിയുള്ളവരായി നമുക്ക് മാറിത്തീരാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രതിജ്ഞ എടുക്കാൻ സാധിക്കണം. ഈദ്ഗാഹിൽ വെച്ച് നമുക്ക് പ്രതിജ്ഞ എടുക്കാൻ സാധിക്കണം. എന്റെ ജീവിതത്തിൽ എന്റെ ഒരു വാക്കുകൊണ്ടോ എന്റെ ഒരു നോട്ടം കൊണ്ടോ എന്റെ ഒരു പ്രവർത്തനം കൊണ്ടോ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരെ നിൽക്കുന്ന ഒരു പ്രവർത്തനം അതെന്നിൽ നിന്നും വരില്ല എന്ന് പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് പറ്റിയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈദ്, നമ്മുടെ നോമ്പ്, നമ്മുടെ ഖിയാം അത് വിജയിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ പണ്ഡിതൻ സൗദിയിലെ മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഒരു കാലിൽ ചെരിപ്പിട്ട് നടക്കൽ ഇസ്ലാം വിരോധിച്ച കാര്യമാണല്ലോ. ഞാൻ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഒരു പക്ഷെ ചില ആളുകൾ എന്റെ ചെരുപ്പ് തട്ടി എന്റെ ചെരുപ്പ് ഒരൽപ്പം അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരു ചെരുപ്പിൽ അന്വേഷിക്കുന്ന ഒരു 2-3 കാലടിപ്പാടെങ്കിലും എനിക്ക് ഒരു ചെരുപ്പിട്ട് നടക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഒരു കാലടിപ്പാട് കൊണ്ടുപോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരെ നിൽക്കരുത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കത് പറയാൻ സാധിക്കുമോ? ഇല്ല. എന്റെ ഒരു കാലടിപ്പാട് കൊണ്ടുപോലും, എന്റെ ഒരു നോട്ടം കൊണ്ടുപോലും, എന്റെ ഒരു പ്രവർത്തനം കൊണ്ടുപോലും, എന്റെ ഒരു സംസാരം കൊണ്ടുപോലും, എന്റെ മനസ്സിലെ ചിന്തകൾ കൊണ്ടുപോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിന് ഞങ്ങൾ എതിരെ നിൽക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ സാധിച്ചാൽ, പ്രതിജ്ഞ എടുക്കാൻ സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇത് നമ്മിൽ നിന്ന് വിജയിച്ചു. പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാമതായി തഖ്വയുണ്ടാകണമെന്നാണ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, അലൈഹി സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി പ്രിയപ്പെട്ടവരെ? എന്തിനു വേണ്ടിയാണ് നമ്മൾ നോമ്പ് നോറ്റത്? ലഅല്ലക്കും തത്തഖൂൻ, മുത്തഖീങ്ങളായി തീരുവാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിൽ കാണുവാൻ സാധിക്കും. സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞ വേളയിൽ വസായിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കണമേ എന്ന ആയത്ത് കേട്ടപ്പോൾ ബദർ യുദ്ധവേളയിൽ ഉമൈർ ഇബ്നു ഹുമാം എന്ന സ്വഹാബി താൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം അത് ബഖിൻ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് ബദർ യുദ്ധകളത്തിലേക്ക് അടുത്തിറങ്ങി ഷഹീദായ ചരിത്രം നമുക്ക് വായിക്കുവാൻ സാധിക്കും. സ്വർഗ്ഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു, തിൽക്കൽ ജന്നത്തുല്ലതി, അതാകുന്ന സ്വർഗ്ഗം, നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ, തഖ്വയുള്ളവർക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കിയ സുന്ദരമായ സ്വർഗ്ഗലോകമാകുന്നു അത്. പ്രിയപ്പെട്ടവരെ, പെരുന്നാളിൽ ഈദിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ചിന്ത നമുക്ക് തഖ്വയുണ്ടോ എന്നാണ്. നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. ആ നരകത്തിന് മുമ്പിലേക്കായി പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ തീയുടെ ചൂടിനേക്കാൾ 69 ഇരട്ടിയധികം ചൂടുള്ള സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹും النار, താറുകൊണ്ടുള്ള വസ്ത്രമുള്ള ഇന്നഹാ തർമീ ബിശർറിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ, തീപ്പൊരി പോലും കൊട്ടാര സമാനമായ അത്രക്ക് ഭീകരമായ ഭയാനകരമായ നരകലോകമുണ്ടല്ലോ. ആ നരകത്തെ കുറിച്ച് പറഞ്ഞ അല്ലാഹു പറയാണ്, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, ആ നരകത്തിന്റെ മുന്നിലേക്ക് വരാത്തതായിട്ട് ഒരാൾ പോലുമില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗണ്ഡിതമായ തീരുമാനമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, സുമ്മ നുനജ്ജിൽ ലദീന തഖൂ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകളെ ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈദ്ഗാഹിലിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ആത്മാർത്ഥമായി ആലോചിക്കൂ. നമുക്ക്
നമുക്ക് നോമ്പ് കൊണ്ട് തഖ്വ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നോമ്പ് കൊണ്ട് നമ്മൾ വിജയിച്ചു. ഈദിൽ നമുക്ക് സന്തോഷിക്കാം. തഖ്വയുണ്ടെങ്കിൽ നമ്മുടെ താടി പ്രിയപ്പെട്ടവരെ അത് നീളും. തഖ്വയുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ വസ്ത്രം അതൊരിക്കലും ബിരിയാണിക്ക് താഴെ പോവുകയില്ല. തഖ്വയുണ്ടെങ്കിൽ സഹോദരിമാരെ പെരുന്നാളായിട്ട് പോലും അല്ലാഹ് നൽകിയ ആഘോഷമായിട്ട് പോലും നമ്മുടെ വസ്ത്രധാരണം അത് ഇസ്ലാമികമല്ലെങ്കിൽ സുൻഫാനി മിൻ അഹ്ലിന്നാർ വനിസാഉൻ കാസിയാത്തുൻ ആലിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജ്ന റീഹഹാ സ്വർഗ്ഗത്തിന്റെ മണം പോലും ലഭിക്കാത്ത സഹോദരിമാരായി അത്തരം വസ്ത്രധാരണത്തിന്റെ ആളുകളായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. തഖ്വയുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മളൊരാളും പലിശയ്ക്ക് പിന്നാലെ പോവുകയില്ല. തഖ്വയുണ്ടെങ്കിൽ സഹോദരങ്ങൾ നമ്മളൊരാളും ലഹരിക്ക് പിന്നാലെ പോവുകയില്ല. അതുകൊണ്ട് ആ തഖ്വ നേടിയെടുക്കാൻ ജീവിതത്തിൽ ഏതേതു മേഖലകളിലും എന്നെ സൃഷ്ടിച്ച എന്റെ ഖാലിഖായ, എന്റെ മാലിക്കായ, എന്റെ റാസിഖായ, എന്റെ മുദബ്ബിറായ അല്ലാഹുവിനെ രഹസ്യമായിക്കോട്ടെ പരസ്യമായിക്കോട്ടെ ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഞാൻ എത്ര മറച്ചു വെച്ചാലും യസ്തഖൂന മിനന്നാസ് വലാ യസ്തഖൂന മിനല്ലാഹ് ജനങ്ങൾക്ക് മുമ്പിൽ മറച്ചു വെക്കാൻ സാധിക്കും. പക്ഷേ അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ സാധിക്കുകയില്ല എന്ന് പറയാൻ ആ പ്രതിജ്ഞ എടുക്കാൻ പ്രിയപ്പെട്ടവരെ ആ നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പെരുന്നാളുകളിൽ രണ്ടാമത്തെ സന്ദേശം പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ റമദാനിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. 29 ദിവസത്തോളം നോമ്പ് നോറ്റു. രാത്രികളിൽ തറാവീഹ് നിസ്കരിച്ചു, ഖിയാമുൽ നിസ്കരിച്ചു. അവസാന പത്തിൽ പ്രത്യേകിച്ചും പള്ളിയിൽ ഇഅ്തികാഫിരുന്നു, സദഖകൾ കൊടുത്തു, സകാത്തുകൾ കൊടുത്തു, സകാത്തുൽ ഫിത്ർ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ചെയ്തപ്പോഴും ഞാൻ എന്തോ ഒരു സംഭവമായി എന്ന ചിന്ത നമുക്ക് ഉണ്ടാവരുതൊരിക്കലും. വിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് وهم لها سابقون والذين يؤتون ما آتوا وقلوبهم وجلة അല്ലാഹുവിലേക്ക് മടങ്ങാനാണല്ലോ എന്ന ചിന്തയോടുകൂടി, എന്ന ഭയത്തോടുകൂടി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്യുന്നവർ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് അവരത്തെ നന്മകളിൽ നെടിപ്പെട്ട് മുന്നേറുന്നവർ. ഈ ആയത്ത് കേട്ടപ്പോൾ നമ്മുടെ ഉമ്മ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ അഹുമുൽ ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു പറഞ്ഞ ഈ ഭാഗം ആളുകളുണ്ടല്ലോ അവർ കണ്ടുപിടിക്കുന്നവരും മോഷ്ടിക്കുന്നവരുമാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ നമ്മുടെ ഉമ്മയോട് പറയുകയാണ്, ലാ യാ ബിൻത സിദ്ദീഖ്, അല്ലയോ സിദ്ദീഖിന്റെ കുഞ്ഞുമോളെ, അങ്ങനെയല്ല. വലാകിന്നഹുൽ ലദീന യസൂമൂൻ വയുസല്ലൂൻ വയതസദ്ദഖൂൻ വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും. അത് തിന്മ ചെയ്യുന്നവരല്ല, വ്യഭിചരിക്കുന്നവരല്ല, മദ്യപിക്കുന്നവരല്ല, മോഷ്ടിക്കുന്നവരല്ല, മറിച്ച് ഉലൈകല്ലദീന വലാകിന്നഹുമുല്ലദീന യസൂമൂൻ നോമ്പ് നോൽക്കുന്നവരാണവർ, വയുസല്ലൂൻ നിസ്കരിക്കുന്നവരാണവർ, വയതസദ്ദഖൂൻ സദഖ കൊടുക്കുന്നവരാണവർ, വലാകിൻ വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും പക്ഷേ അവർക്കൊരു പേടിയുണ്ട്. എന്താണ് ആ പേടി? അല്ലാ തുഖ്ബല മിൻഹും ഇത് അവരിൽ നിന്നും സ്വീകരിക്കില്ല എന്ന പേടി അവർക്കുണ്ട്. ഉലൈകല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത് അവരാണ് നന്മകളിൽ മുൻഗണന ആളുകൾ. പ്രിയപ്പെട്ടവരെ, പെരുന്നാളിന്റെ ഈദിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഈദ്ഗാഹിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മോട് ചോദിക്കേണ്ട ചിന്ത, ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പ് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കുമെന്ന് ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. സലഫുകളിൽപ്പെട്ട ചില വ്യക്തികൾ ഈദുൽ ഫിത്റിന്റെ അന്ന് സങ്കടപൂർവ്വം അവരുടെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുമായിരുന്നു. അവരോട് ചോദിച്ചു, ഇന്നഹു യൗമു ഫറഹിൻ വസുറൂരിൻ, ഇന്ന് നിങ്ങൾ എന്തിനു ദുഃഖിക്കണം? ഇന്ന് ഈദല്ലേ, ആഘോഷിക്കേണ്ട ദിവസമല്ലേ, സന്തോഷിക്കേണ്ട ആഹ്ലാദിക്കേണ്ട ദിവസമല്ലേ? അവർ പറഞ്ഞു, സദഖത്തും, അതെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, ഇന്ന് ഈദാണ്, ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമാണ്, സന്തോഷിക്കേണ്ട ദിവസമാണ്. പക്ഷേ വലാകിന്നി അബ്ദുൻ അമറനി മൗലായ അൻ അഅമല ലഹു അമല ഫലാ അദ്രി അയഖ്ബലുഹു മിന്നി അം ലാ. അതെ, ഈ സന്തോഷിക്കേണ്ട ദിവസമാണ്. പക്ഷേ വലാകിന്നി അബ്ദുൻ, ഞാൻ അടിമയാണ്. അമറനി മൗലായ, എന്റെ ഉടമ എന്നോട് കൽപ്പിച്ചു, അൻ അഅമല ലഹു അമല അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. ഫലാ അദ്രി എനിക്കറിയില്ല അയഖ്ബലുഹു മിന്നി അം ലാ ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ, ഞാൻ ചെയ്ത നിസ്കാരം, സദഖ, നോമ്പ് ഇത് എന്നിന്നും സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് പെരുന്നാൾ ദിവസത്തിൽ പോലും ദുഃഖിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളെ സലഫുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നോമ്പ് നോറ്റു, അതെല്ലാം കഴിഞ്ഞല്ലോ എന്ന ചിന്തകൾക്കപ്പുറം അത് അല്ലാഹ് സ്വീകരിച്ചോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന വേളയിൽ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിക്കുന്നത്, മോനെ, ഉപ്പ ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? മകൻ പറഞ്ഞു, ഉപ്പ നിങ്ങളുടെ വടിത്തട്ടിലാണ്.
ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനെ നീ ഉപ്പാന്റെ തല അത് മണ്ണിൽ വെക്കണം. രക്തം പുരണ്ട് മണ്ണിൽ കിടക്കുന്ന ഉമറിനെ കണ്ടിട്ട് അല്ലാഹ് ഉമറിനോട് കരുണ കാണിക്കേണ്ടതേ എന്ന്. അതാണ് പ്രിയപ്പെട്ടവരെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത. അദ്ദേഹം പറയുന്നുണ്ട്, ആകാശത്ത് നിന്നും ഒരാൾ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എല്ലാവരും സ്വർഗത്തിലാണ്, ഒരാൾ ഒഴികെ എന്ന് പറഞ്ഞാൽ ഉമറിന്റെ പേടി ആ ഒരാൾ അത് ഉമറായി തീരുമോ എന്നാണ് ഉമറിന്റെ പേടി എന്ന് റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആരാണ് ഉമർ? ആരാണ് ഉമർ? മദീനയുടെ മിമ്പറിൽ നിന്നും അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന എന്ന് പറഞ്ഞ് 10 പേരെണ്ണിയപ്പോൾ അതിൽ രണ്ടാമത് എണ്ണിയ പേരാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഉമർ? പ്രിയപ്പെട്ടവരെ, ഉമറെ സ്വർഗ്ഗത്തിൽ ഞാൻ നിന്റെ കൊട്ടാരം കണ്ടു എന്ന് റസൂൽ സന്തോഷവാർത്ത അറിയിച്ച ആളാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അമീറുൽ മുഅ്മിനീനാണ്. ഉമറെ നീ ഒരു വഴിക്ക് പ്രവേശിച്ചാൽ ആ വഴിക്ക് പിശാച് പോലും വരില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിച്ച വ്യക്തി. മരിക്കാൻ കിടക്കുമ്പോഴുള്ള പേടി പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗം ലഭിക്കുമോ എന്നാണ്, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുമോ എന്നാണ്. മഹാനായ സഹാബി അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്ന സഹാബി, അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും അധികം ഹദീസുകൾ സംഭാവന ചെയ്ത മഹാനായ സ്വഹാബി മരിക്കാൻ കിടക്കുമ്പോൾ പറയുകയാണ്, അദ്ദേഹം ആകെ പ്രയാസപ്പെട്ടിരിക്കുന്നു. എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അസ്സഫറു തുവീൽ വസ്സാദു ഖലീൽ. ഒരുപാട് ദൂരം അബൂ ഹുറൈറയ്ക്ക് യാത്ര ചെയ്യാനുണ്ട്, പക്ഷേ വസ്സാദു ഖലീൽ, അബൂ ഹുറൈറയുടെ കയ്യിൽ അതിനുള്ള അനുഭവങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, സ്വഹാബികൾക്ക് പോലും പ്രവാചകന്റെ നാവിൽ നിന്നും ദീനി കേട്ട് അത് പ്രവർത്തിച്ച സ്വഹാബികൾക്ക് പോലും മരണത്തെ ഭയമുണ്ടായിരുന്നെങ്കിൽ, മരിച്ചതിന് ശേഷം സ്വർഗ്ഗത്തിൽ ലഭിക്കുമോ എന്ന പേടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്തരം ചിന്തകളുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് നൽകുന്ന മൂന്നാമത് സന്ദേശം പ്രിയപ്പെട്ടവരെ, നമ്മൾ റമദാനിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. ആ സൽക്കർമ്മങ്ങൾക്കെല്ലാം റമദാൻ കഴിഞ്ഞാലും ശവ്വാൽ ഒന്നായാലും തുടർച്ച ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്നു, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം അദ്വമുഹാ വ ഇൻ ഖല്ല, സ്ഥിരം ചെയ്യുന്ന, അല്പമായിക്കൊണ്ടെങ്കിലും സ്ഥിരം ചെയ്യുന്ന പ്രവർത്തനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ. പ്രിയപ്പെട്ടവരെ, റമദാനിൽ നമ്മൾ 29 ദിവസം തറാവീഹ് നിസ്കരിച്ചു, ഖിയാമുൽ നിസ്കരിച്ചു. പക്ഷേ ശവ്വാലിൽ നമ്മൾ എത്ര പേരാണ് ഒരു 3 റക്അത്ത് വിത്രെങ്കിലും നിസ്കരിച്ചിട്ടുള്ളത്? സ്വന്തത്തോട് ചോദിക്കാം, റമദാനിൽ 29 ദിവസം തറാവീഹ് നിസ്കരിച്ച നമ്മൾ എന്തേ ശവ്വാൽ ഒന്നായപ്പോൾ ഈ ഇരിക്കുന്ന എത്ര ആൾക്കാർക്ക് വിത്ർ നിസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്? എന്തുകൊണ്ട് പറ്റിയിട്ടില്ല? റമദാനിൽ നമ്മൾ നിരീക്ഷിച്ച പടച്ചറബ് ശവ്വാലിലുമുണ്ട്. റമദാനിൽ നമ്മൾ നിസ്കരിച്ച നിസ്കാരം അത് ശവ്വാലിലുമുണ്ടെങ്കിൽ എന്തേ പ്രിയപ്പെട്ടവരെ നമുക്കത് ചെയ്യാൻ സാധിക്കാത്ത? സലഫുകൾ പറയുന്നുണ്ട്, കുൻ റബ്ബാനിയ വലാ തകുൻ റമദാനിയ, നീ റബ്ബിന്റെ ആളാവണം, റമദാനിന്റെ ആളായി മാറരുത്. റമദാൻ കഴിഞ്ഞാലും ശവ്വാലിലും ദുൽഖഅദയിലും ദുൽഹിജ്ജയിലും മുഹറമിലും അല്ലാഹു ഉണ്ട്. ആ അല്ലാഹുവിന്റെ ഇബാദത്തുകൾ ചെയ്യാൻ പ്രിയപ്പെട്ട നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബിഅ്സൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമദാൻ, എത്ര മോശപ്പെട്ട വിഭാഗമാണ് അവർ, അല്ലാഹുവിനെ റമദാനിൽ മാത്രമേ അറിയുന്നുള്ളൂ. അത്തരം മോശപ്പെട്ട വ്യക്തികളായി നമ്മൾ മാറിയത്. റമദാനിൽ കഴിഞ്ഞാലും രാത്രി നിസ്കാരം ഉണ്ടാകും. ഇന്ന് വെള്ളിയാഴ്ചയാണ്. റമദാനിൽ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ചുരുങ്ങിയത് ഒരു ഖത്മെങ്കിലും കേട്ടിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, സൂറത്തുൽ കഹ്ഫ് പ്രത്യേക പുണ്യമുള്ള ദിവസമാണ്. ഓതാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്, സ്വതക്കകൾ നൽകാൻ സാധിക്കേണ്ടതുണ്ട്. അഅദമുൽ കറാമ അൽ ഇസ്തിഖാമ, അഅദമുൽ കറാമ അൽ ഇസ്തിഖാമ. ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ കറാമത്ത് അത് ഇസ്തിഖാമത്താണ്. ദീനിൽ സ്ഥിരം ഒരു കാര്യം ചെയ്യാൻ സാധിക്കലാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ തിരിച്ചറിവോട് കൂടി പ്രിയപ്പെട്ടവരെ, റമദാൻ കഴിഞ്ഞാലും സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് പെരുന്നാളാണ്, ആഘോഷിക്കേണ്ട ദിവസമാണ്. പക്ഷേ ആഘോഷം ഒരിക്കലും അതിരുവിടരുത്. അല്ലാഹു ചതുരവരമ്പുകളെ ലംഘിക്കുന്നവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറരുത്. നമ്മൾ 20 ദിവസം നമ്മുടെ കണ്ണുകളെ നിയന്ത്രിച്ചിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞാൽ കണ്ണുകൾക്ക് നിയന്ത്രണമില്ലാതിരിക്കരുത്. റമദാനിൽ നമ്മൾ തിന്മകൾ കേട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. റമദാൻ കഴിഞ്ഞാലും പ്രിയപ്പെട്ടവരെ, തിന്മകൾ കേൾക്കുന്നവരും അത് സംസാരിക്കുന്നവരായി നമ്മൾ ഒരിക്കലും മാറി തീരാൻ പറ്റുകയില്ല. പെരുന്നാളാണ്, പരമാവധി നമ്മൾ കുടുംബ സന്ദർശിക്കേണ്ടതുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. ആത്മാർത്ഥമായി ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ കുടുംബ ബന്ധം മുറിച്ചവരാണോ അല്ലേ എന്ന്. അയൽവാസികളോട്, ഇക്കാക്കയോട്, അനിയനോട്, നമുക്ക് എളാപ്പയോട്, മൂത്താപ്പയോട് പിണക്കമുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കയറി ചെന്ന് സലാം പറഞ്ഞ് ആ പിണക്കങ്ങളെ ഇണക്കമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ നിലക്ക് പെരുന്നാളിനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളുടെ കാര്യം ഇന്ന് പല മക്കളും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ഉം 8ഉം തിരിയാത്ത വിദ്യാർത്ഥിനികൾ പോലും ഇന്ന് ലഹരി കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ ലിബറൽ ചിന്താഗതികൾ അവരുടെ മസ്തിഷ്കങ്ങളെ പ്രക്ഷാളനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ രക്ഷിതാവെന്ന നിലയിൽ
ഓരോ ഉമ്മ എന്ന നിലയിൽ, ഉമ്മ എന്ന നിലയിൽ, ഉപ്പ എന്ന നിലയിൽ നമ്മുടെ മക്കളോട് നമുക്ക് വലിയ കടമകളുണ്ട്. ആ കടമകളെല്ലാം നമ്മൾ നിർവഹിക്കണം. അവർക്ക് നമ്മൾ സന്മാർഗം, അവർക്ക് നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ഒരു നാട് കേന്ദ്രീകരിച്ച് തന്നെ നമുക്ക് അൽഹംദുലില്ലാഹ് അത്തരം ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 11 മുതൽ 15 വരെ എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂർ നമ്മുടെ മകൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന, ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് ദീന് പഠിക്കാൻ, അവർക്ക് അല്ലാഹുവിനെ ബോധ്യപ്പെടാൻ, പ്രവാചകനെ അറിയാൻ, പരലോകത്തെ ബോധ്യമുണ്ടാവാൻ അവർക്ക് അവസരങ്ങളുണ്ട്. നമ്മുടെ എല്ലാ മക്കളെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി പ്രായങ്ങളിലുള്ള നമ്മുടെ മക്കളെ എല്ലാം നമ്മൾ പ്രിയപ്പെടുന്നതിൽ രജിസ്റ്റർ ചെയ്യിക്കേണ്ടതുണ്ട്. ഇതിന് പുറത്തതിന് സംവിധാനമുണ്ട്. എല്ലാ ആഴ്ചയിലും നമ്മുടെ ഇടവണ്ണ പാലിൽ വെച്ച് സിയാറുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ മകളിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മക്കൾ അത് ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ, അവർക്കെല്ലാം വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ മക്കളെ നമ്മൾ പങ്കെടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് പെരുന്നാളാണ്. ഈ പെരുന്നാൾ ദിവസത്തിലെ എല്ലാ സുന്നത്തുകളെയും പ്രിയപ്പെട്ടവരെ നമ്മൾ പരമാവധി പാലിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന് പ്രത്യേകം സദഖ കൊടുക്കാൻ വേണ്ടി നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രത്യേകം ചെന്നുകൊണ്ട് പറയും, സ്ത്രീകളെ അവർ പ്രത്യേക ഉപദേശം നൽകിക്കൊണ്ട് അവരോട് പറയും, നിങ്ങൾ ധാരാളം സദഖ കൊടുക്കണം, കാരണം നരകത്തിൽ ഏറ്റവും അധികം നിങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. സ്വഹാബി വനിതകളുടെ ആഭരണങ്ങൾ ഒന്നടങ്കം ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുത്ത ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രൊജക്ട് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്രമായി തീരുന്ന ഒരു വലിയ പ്രൊജക്ട് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മളെല്ലാവരും അതിന് നല്ലൊരു വിഹിതം നൽകേണ്ടത്. ഒരു പക്ഷേ നൽകി കഴിഞ്ഞവരായിരിക്കാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, അല്പം കൂടി നമ്മൾ പരലോകത്ത് മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നമുക്കുണ്ടാവുക അതാണ് തിരിച്ചറിവോടുകൂടി അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ പരമാവധി നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ട്. ഒരു മുസല്ലക്ക് 25,000 രൂപയാണ്. ഒരു മുസല്ലക്ക് 25,000 രൂപയാണ്. നമുക്ക് ഒന്നിച്ച് തീരുമാനിക്കും. ഒരു പക്ഷെ നമ്മുടെ വീട്ടിൽ AC വെക്കാൻ നമ്മൾ ആ പണം ചെലവാക്കിയിട്ടുണ്ട്. വീട്ടിലേക്ക് കാർ വാങ്ങാൻ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. ഇന്റർലോക്ക് ഇടാൻ, അടിക്കളം നന്നാക്കാൻ നമ്മൾ ഒരുപാട് 1000-നും 10,000-നും ചെലവാക്കിയിട്ടുണ്ട്. നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ ഖബറിൽ വെളിച്ചമാകാൻ, പരലോകത്ത് പ്രിയപ്പെട്ട ഒരു സ്വർഗം ലഭിക്കാൻ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കണം. ഒരു മുസല്ല ഇൻഷാ അല്ലാഹ് എന്റെ വക എന്ന് പറയാൻ ഞാൻ മുഖേന അത് മറ്റൊന്നിനുമല്ല, ജനങ്ങൾക്കിടയിൽ ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയല്ല. പക്ഷേ നാളെ പരലോകത്ത് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, മറ്റൊരു തണലുമില്ലാത്ത ലോകത്ത് 7 പേർ തണൽ ലഭിക്കുമ്പോൾ അതിലൊരു വിഭാഗം ആരാണ് പ്രിയപ്പെട്ടവർ? വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ലോകത്ത് തണലുണ്ടെന്നാണ്. അതിന് പ്രിയപ്പെട്ടവർ സാധിക്കുന്നവരെല്ലാം ഒരു മുസല്ല. ഇനി അതിന് കഴിയില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു സ്ക്വയർ ഫീറ്റ് എങ്കിലും 3000 രൂപയുടെ സ്ക്വയർ ഫീറ്റ് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കണം. നൽകിയവർ പ്രിയപ്പെട്ടവരെ അതിൽ അധികം നൽകാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്നെ തേടി, നിങ്ങളെ തേടി മരണം കടന്നു വരും. അതെന്നറിയില്ല. എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് കോട്ടകൾക്കുള്ളിൽ പോയി നിങ്ങൾ ഓടി ഒളിച്ചാൽ മരണം അത് എന്നെ കണ്ടുമുട്ടും, അത് നിങ്ങളെ കണ്ടുമുട്ടും. ഒരു കവി പാടിയ പാട്ടാണ് മരണം അതൊരു കവാടമാണ്. ആ കവാടത്തിലൂടെ എല്ലാവരും പ്രവേശിക്കും. പ്രിയപ്പെട്ടവരെ, ആ മരണം അത് എന്നെ എന്ന് വിളിക്കും എനിക്കറിയില്ല, നിങ്ങളെ എന്ന് വിളിക്കും നിങ്ങൾക്കറിയില്ല. എപ്പോൾ മരിക്കേണ്ടി വന്നാലും ഒരു പക്ഷേ ധരിച്ച വസ്ത്രങ്ങൾക്ക് പകരം ധരിച്ച വസ്ത്രം ഇന്ന് നമ്മൾ ധരിച്ചത് 1000-ങ്ങളുടെ വസ്ത്രമാണ്. അതിന് പകരം 3 കഷ്ണം കഫൻ പുടവിൽ എന്നെ പൊതി നിങ്ങളെ പൊതിഞ്ഞു. ഒരു പക്ഷേ 1000-ങ്ങളുടെ പെർഫ്യൂം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അന്ന് ഉപയോഗിക്കുന്ന പെർഫ്യൂം അത് കർപ്പൂരം കലർത്തിയ വെള്ളമാണ്. അന്ന് സഞ്ചരിക്കുന്ന വാഹനം അത് മയ്യത്തിൻ കട്ടിലാണ്. അന്ന് കിടന്നുറങ്ങുന്നത് 6 അടി പള്ളിക്കാട്ടിൽ കല്ലുകൾക്ക് താഴെ, മണ്ണിന് താഴെ ഖബറിലാണ്. പല മരണങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായേക്കാം. പല മയ്യത്തുകൾക്കും നമ്മൾ കണ്ണ് ചിന്തിക്കൊടുത്തിട്ടുണ്ടായേക്കാം. പല മരണങ്ങളും നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ടായേക്കാം. പല മയ്യത്തുകളെ നാണയങ്ങളും ഒളിപ്പിച്ചിട്ടുണ്ടായേക്കാം. പല മയ്യത്തുകളെയും കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായേക്കാം. പല മയ്യത്തിന്റെയും മുമ്പിൽ നിന്നുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടായേക്കാം. നമ്മൾ പല മയ്യത്തിനെയും ഖബറിൽ ഇറക്കി വെച്ച് അതിന് മേലെ കുരുടീസ് കല്ലിട്ട് അതിന് മേലെ 3 പിടി മണ്ണ് നമ്മൾ വാരിയിട്ടുണ്ടായേക്കാം. പല മയ്യത്തിനും ഖബറിന്റെ ചുറ്റും നിന്നുകൊണ്ട് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹു അൽ-ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബി, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിനു മിൻ കുല്ലി ഫസഅൻ പ്രാർത്ഥിച്ചവരായിരിക്കാം നമ്മൾ. പ്രിയപ്പെട്ടവരെ, ആ ഖബറിൽ, ആ മയ്യത്തിൻ കട്ടിലിൽ, ആ കഫൻ പുടവിൽ ഞാൻ കിടക്കേണ്ട ഒരു ദിവസം വരാനുണ്ട്, നിങ്ങൾ കിടക്കേണ്ട ഒരു ദിവസം വരാനുണ്ട്. അതെന്ത് എന്നറിയില്ല. നാളെ എന്ത് സംഭവിക്കും ഒരാൾക്കും അറിയില്ല. ഓരോ ആത്മാവും എവിടെ വെച്ച് മരിക്കും ഒരാൾക്കും അറിയില്ല. ആ ചിന്തയോടുകൂടി പ്രിയപ്പെട്ടവരെ, എപ്പോൾ മരിക്കേണ്ടി വന്നാലും
എപ്പോൾ മരിക്കേണ്ടി വന്നാലും ഇസ്തിഖാമത്തോടു കൂടി യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു തൃപ്തിയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്ന ആത്മാക്കളായി മരണമായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകങ്ങളുടെ പ്രയാസങ്ങൾ ലോകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും യുദ്ധത്തിന്റെ പരനിലേക്കുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫിലിസ്തീനിന്റെ മണ്ണിൽ ഉമ്മയെ നഷ്ടപ്പെട്ട, ഉപ്പയെ നഷ്ടപ്പെട്ട, ഭാര്യ നഷ്ടപ്പെട്ട, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരെ മറന്നുകൊണ്ട് നമുക്കൊരു പെരുന്നാളില്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി അവരും ഉണ്ടാകണം. അല്ലാഹു മൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ വസായിര ബിലാദിൽ മുസ്ലിമീന യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ പെരുന്നാളാണ്. ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ സിയാമനാ വൽ ഖിയാം വഅഇദ് അലൈനാ റമദാന അഅവാമൻ അദീദ വഅസ്മിനതൻ മദീദ. റബ്ബനാ ഖബ് ലനാ من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.